ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ കാണുന്ന 90 മ്യൂസിക് പ്ലെയർ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു ബോർഡിൽ 2 സ്പീക്കർ ഔട്ട് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്. പിന്നെ സാധാരണ ഇങ്ങനെയുള്ള എല്ലാ ബോർഡിലും ഉള്ള അതേ സെറ്റപ്പ് ഉണ്ട്. പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, FM റേഡിയോ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഓക്സ് ഇൻപുട്ട്. അതുപോലെ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് തന്നെ മൊബൈലിലെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. തൊണ്ടവേദന, പനി, ജലദോഷം, ചുമ, മേലുവേദന. അതുപോലെ 2 ചെവിയും നോയിസ് ക്യാൻസലേഷൻ മോഡിലാണ്. അതുപോലെ ഞാനിവിടെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കാണിച്ച 2 ബോർഡ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് ഒരു സ്പീക്കർ ഔട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോർഡിന് 90 രൂപയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ബോർഡ് ഇതിന് 140 രൂപയായിരുന്നു. ഈ ഒരു ബോർഡിൻ്റെ കൂടെ ഒരു RGB കളർ ലൈറ്റ് കൂടി കിട്ടുന്നുണ്ട്. ഇതിലും ഒരു സ്പീക്കർ ഔട്ട് മാത്രമേ ഉള്ളൂ. ഈ ബോർഡുകളൊക്കെ ഞാൻ വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. ഓൺലൈനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ബോർഡ് മേടിക്കാൻ കിട്ടും. അതുപോലെ ഞാനിവിടെ വാങ്ങിയ ഈ 2 ടൈപ്പ് ബോർഡ്, ഒരു സ്പീക്കർ ഔട്ടുള്ള ബോർഡിനും 2 സ്പീക്കർ ഔട്ടുള്ള ബോർഡിനും 90 രൂപ തന്നെയാണ് ആയത്. ഓൺലൈനായിട്ട് ഇങ്ങനത്തെ 2 സ്പീക്കർ ഔട്ടുള്ള ബോർഡിന് ഏകദേശം 120 രൂപയാണെന്തോ സംതിങ് ആണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്കൊരു ബാറ്ററിയും സ്പീക്കറും കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ടത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. ഇതുപോലെ ഒരു ലിഥിയം ബാറ്ററി 2 സ്പീക്കറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് മ്യൂസിക് പ്ലെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കണക്ടർ പിൻ കൂടി മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ 3 കണക്ടർ മേടിക്കണം. ഒന്ന് ബാറ്ററി കണക്ട് ചെയ്യാനും പിന്നെ 2 സ്പീക്കറിന് വേണ്ടിയിട്ടും. ഇന്നത്തെ കണക്ടറും ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കണക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡിൽ വയർ സോൾഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പരിപാടി ഒഴിവാക്കാം. പിന്നെ ഇങ്ങനത്തെ വയർ കണക്ടർ മേടിക്കുമ്പോൾ ബാറ്ററി ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് ആണെന്നൊന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ചില കണക്ടറിൻ്റെയൊക്കെ പോസിറ്റീവ് നെഗറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ കളറൊക്കെ നോക്കി കൊടുത്താലും ചിലപ്പം പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞാണെങ്കിൽ ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ഇതുപോലത്തെ കണക്ടർ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് സ്പീക്കറും ബാറ്ററി കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി അപ്പോൾ ഈ ബോർഡിൽ 3 സോക്കറ്റാണുള്ളത്. റെഡ് നിറത്തിൽ കാണുന്നതാണ് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ്. പിന്നെയുള്ള ബ്രൗൺ നിറത്തിലുള്ള 2 സോക്കറ്റിലും സ്പീക്കർ കണക്ട് ചെയ്യാനുള്ളതാണ്, ലെഫ്റ്റ് റൈറ്റ്. അതുപോലെ സ്പീക്കർ ഔട്ടിൽ ഒരു ചാനൽ 5 വാട്ട്സ് വീതമാണ്. അങ്ങനെ ടോട്ടലായിട്ട് 10 വാട്ട്സ്. പിന്നെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ലിഥിയം ബാറ്ററി നമുക്ക് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ഇങ്ങനെയുള്ള ബോർഡുകളുടെ സ്പീക്കർ ഔട്ടിൽ ഒന്നിൽ കൂടുതൽ സ്പീക്കർ ഒരു ചാനലിൽ കൊടുക്കാതിരിക്കുക. ഇതിന് 2 സ്പീക്കർ ഔട്ടുള്ളതുകൊണ്ട് ഒരു ചാനലിൽ ഒരു സ്പീക്കർ എത്തും. അങ്ങനെ ടോട്ടലായിട്ട് 2 സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ സ്പീക്കർ ഔട്ടിൽ നിന്ന് എടുക്കുന്ന വയർ അതിൻ്റെ എൻഡ് ഭാഗം കൂട്ടിമുട്ടാതെ ഷോർട്ടാകാതെ നോക്കണം. പിന്നെ ഈ ഒരു ബോർഡുള്ള ഈ ഒരു ചാർജിങ് സോക്കറ്റ്, ഇതിൽ നമുക്ക് മൊബൈലിൻ്റെ ചാർജർ കണക്ട് ചെയ്ത് ഇതിൽ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി ഈ ഒരു ബോർഡ് വഴി തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള USB സോക്കറ്റ്, ഇത് മെമ്മറി കാർഡാനുള്ള സോക്കറ്റ്, പിന്നെ നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ്. ഇത്രയാണ് ഈ ഒരു ബോർഡിൻ്റെ സൈഡിലുള്ളത്. പിന്നെ ഈ ഒരു ചാർജിങ് സോക്കറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ട് 2 LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒന്ന് പവർ ഓൺ ഇൻഡിക്കേറ്ററും ഒന്ന് ചാർജിങ് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ഫുള്ളാകുമ്പോൾ കട്ട് ഓഫ് ആയിക്കോളും. അതുപോലെ ബാറ്ററി ചാർജ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഓഫ് ആയിക്കോളും. പിന്നെ ഈ ഒരു സൈഡിൽ കുറേ സ്വിച്ചുകൾ കാണുന്നത് ഇത് പവർ ഓൺ ബട്ടണാണ്. പിന്നെ വോളിയം ഡൗൺ, അപ്പ്, മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ, അങ്ങനെയൊക്കെയാണ്. പിന്നെ FMൻ്റെ ആൻറ്റിനെ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു ബോർഡിൽ വയർ സോൾഡ് ചെയ്യേണ്ട ആകെ ഈ ഒരു പോയിന്റിൽ മാത്രമാണ്. പിന്നെ ഈ ബോർഡിലേക്ക് നമുക്ക് ബാറ്ററിയും സ്പീക്കറും കണക്ട് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ ബോർഡിലേക്ക് വയറെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്പീക്കർ ഔട്ടിൽ വയർ സോൾഡ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അവിടെ കൊടുക്കാനുള്ള കണക്ടർ ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ FMൻ്റെ ഏരിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ വയറൊന്നും കണക്ട് ചെയ്യുന്നത് കാണിക്കാതെ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ തന്നെ കാണിച്ചതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തുകൊണ്ട്. അതുപോലെ FM ചാനലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി സ്കാനായി കിട്ടുന്ന ചാനലെല്ലാം സേവ് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ FM റേഡിയോ മാത്രം ഒന്ന് വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാം. നമുക്കിതിനകത്ത് പാട്ടൊന്നും വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ബോർഡ് ഓൺ ആക്കുമ്പോൾ ചെറിയൊരു സൗണ്ടും പിന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്, ബ്ലൂടൂത്ത് മോഡ്, FM മോഡ്, ആ ഒരു സംഭവം ഉണ്ട് ഇതിനും. അപ്പം FM റേഡിയോ പാട്ടില്ലാത്ത ചാനലൊന്ന് കുറച്ച് നേരം വെച്ച് കേൾപ്പിക്കാം. പിന്നെ എൻ്റെ അമ്മക്ക്, എൻ്റെ അനിയത്തി, അനിയത്തിയുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെക്കാം. കമ്പനിയിലുള്ള ചേച്ചിമാർക്ക് എല്ലാവർക്കും. ശരി, അദ്ദേഹത്തെ ആകാശവാണിയിലേക്ക് ഒന്ന് പറഞ്ഞു വിടണം കേട്ടോ. അതില് സാറ് അപ്പോൾ ഈ ഒരു ബോർഡ് കാണാൻ വളരെ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് ഈ ഒരു ബോർഡിന്. FM റേഡിയോയും നല്ല ഇരപ്പില്ലാതെ കിട്ടുന്നുണ്ട് എയറിൽ നന്നായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോർഡൊക്കെ മേടിച്ച് ചെറിയ പോർട്ടബിൾ മ്യൂസിക് പ്ലെയറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ബാറ്ററിയും 2 സ്പീക്കറും മാത്രം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ മതി ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി ചെറിയാൻ വേറെ ബോർഡ് ഉപയോഗിക്കേണ്ട. ഈ ഒരു ബോർഡ് ഞാൻ തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്ന് മേടിച്ചപ്പോൾ 90 രൂപയ്ക്കാണ് കിട്ടിയത്. ഓൺലൈനായിട്ട് അതിലും വിലയാകും 120 രൂപ സംതിങ് ഒക്കെയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബോർഡ് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. കടയിലേക്കാളും വില കൂടുതലാണ് ഓൺലൈനായിട്ട്.